കോഴിക്കോട് മെഫ്യൂസൽ ബസ് സ്റ്റാൻഡ് തീപിടുത്തം നടന്ന് 7 മാസം പിന്നിടുമ്പോഴും എങ്ങും എത്താതെ പുനർനിർമ്മാണ പ്രവർത്തനം. തീപിടുത്തത്തിൽ നശിച്ച സാധനങ്ങൾ നീക്കം ചെയ്യാനും കോർപ്പറേഷൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അപകടത്തിൽ നശിച്ച സാധനങ്ങൾ മാറ്റിയുള്ള ശുചീകരണ പ്രവർത്തനമാണ് നിലവിൽ നടക്കുന്നതെങ്കിലും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. 2025 മെയ് 18 കോഴിക്കോട് മൊഫ്യൂസ് ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ വൈകിട്ട് 5 മണിയോടെ തീപിടുത്തമുണ്ടായത്. തുടർന്ന് നിമിഷനേരം കൊണ്ട് തീ സമീപത്തെ കടകളിലേക്കും ആളിപ്പടർന്നു. അപകടം നടന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും തീപിടുത്തത്തിൽ നശിച്ച സാധനങ്ങൾ നീക്കം ചെയ്യാനും കോർപ്പറേഷന് ഇതുവരെയും സാധിച്ചിട്ടില്ല. അപകടം നടന്നതിന് പിന്നാലെ മാസങ്ങളെടുത്താണ് കെട്ടിടത്തിലെ ഇലക്ട്രിക് വർക്കുകൾ പോലും പരിഹരിക്കാനായത്. ഇതും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. നിലവിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. വൻതോതിലുള്ള നാശനഷ്ടമാണ് 3 നിലകളായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലുണ്ടായത്. തുണിത്തരങ്ങൾക്ക് പുറമെ ക്യാമറ അടക്കമുള്ള ഇലക്ട്രിക് സാമഗ്രികളും നശിച്ചിരുന്നു. ഈ തീപിടുത്തത്തിൽ നശിച്ച സാധനങ്ങൾ പൂർണ്ണമായും എന്ന് നീക്കം ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിലാണ് ഇനിയും ആശങ്ക തുടരുന്നത്. ജനം, കോഴിക്കോട്.